ക്രൈസ്തവരോട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള മഹത്തരമായ കാര്യങ്ങൾ. ഒന്ന് 2010 ഇപ്പോൾ ഈ പറയുന്ന FCR ബിൽ, 2013 ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ട്. ഇന്ന് മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ക്രൈസ്തവ സഭയിൽ നിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ വിദേശത്തായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ആ കസ്തൂരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ്. അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജോസ് കെ മാണി വലിയ ക്രൈസ്തവ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമല്ലേ 2009 ചർച്ച ആക്ട് കൊണ്ടു തുടങ്ങിയത്. അന്നും വലിയ എതിർപ്പിനെ തുടർന്നല്ലേ മാറ്റിവെച്ചത്. 2019 രണ്ടാമത് അതിന് ശ്രമം ഉണ്ടായി. അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. 80-20 അനുപാതം, VD സതീശൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ 80-20 അനുപാതത്തിനെതിരെ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസ് പിൻവലിക്കുമെന്ന് പറ. അത് ആരാ കേസ് നടത്തുന്നത്? സംസ്ഥാന സർക്കാർ കേസ് നടത്തുന്നു. അതിനെ സർവകക്ഷി യോഗം പിന്തുണച്ചു. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസും CPM ഒരേ നിലപാടെടുത്തു. ആ നിലപാട് സ്വീകരിച്ച ആരാണ്? അപ്പം അവിടെ 80-20 അനുപാതത്തിനെതിരെ ജനസംഖ്യ ആനുപാതികമായി ഇത് മൈനോറിറ്റി അവകാശങ്ങൾ വീതം വെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ കോൺഗ്രസും CPM ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാണ്. ക്രൈസ്തവരോട് കാണിച്ച വലിയ സ്നേഹമാണ്. അതുപോലെ KT ജലീൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ KT ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് മൈനോറിറ്റി കമ്മീഷനിൽ എയ്തർ ഓർ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ വൈസ് ചെയർമാൻ മറ്റൊരു വിഭാഗത്തിൽ നിന്ന്. അത് കേരള നിയമസഭയിൽ നിന്നും വളരെ എളുപ്പത്തിൽ എടുത്തു കളഞ്ഞപ്പോൾ ഇവരാരും ചോദിക്കാനില്ലായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസാക്കി.